ഹായ് പ്രവിത, ഹായ് സ്മിത ഹരിദാസ്, ഹായ് പ്രജിൻസി കണ്ണൻ, ഷഹദ് റഹ്മാൻ. അപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ എന്താ സംഭവിക്കുന്നുള്ള കാര്യം ഇപ്പോൾ പ്രേക്ഷകരോട് ഞാനൊന്ന് പറയാം. പ്രിയപ്പെട്ടവർ, ഇതാണ് റിവേഴ്സ് TTS എന്ന് പറയുന്ന സാങ്കേതിക സാധ്യത. ഇപ്പോൾ തിരുവനന്തപുരം, അതായത് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഈ കക്ഷികളുള്ളത്. അവർക്ക് നടുവിലേക്കാണ് ഞാനിപ്പോൾ ചെന്ന് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ തവണ നമ്മൾ ഈ TTS പരീക്ഷിച്ചു. നമ്മൾ അങ്ങോട്ടും പോയി ഇറങ്ങും, അവിടെ നിന്ന് കുട്ടികൾ പ്രതിഭാ പ്രകടനത്തിന് വേണ്ടി ഇങ്ങോട്ടും വന്നിറങ്ങും. അപ്പോൾ ഇനി അതിൻ്റെയൊക്കെ ഒരു ഘോഷയാത്രയായിരിക്കും നടക്കുക. പ്രവിത, എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത്? കാര്യങ്ങളൊക്കെ നേരെ റെഡിയാവുന്നുണ്ടോ? പ്രജിൻസി കണ്ണൻ്റെ പാട്ടൊക്കെ ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്. പറയൂ പ്രവിത. അതെ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അങ്ങനെ തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടേക്ക് കൂടുതൽ വിദ്യാർത്ഥികളും ഒപ്പം മത്സരാർത്ഥികളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയാലോ, 10:30 നമ്മുടെ ഉദ്ഘാടന സമ്മേളനം നടക്കുക. അതിനുശേഷം ആദ്യം ഇവിടെ നടക്കുക ഹൈസ്കൂൾ വിഭാഗത്തിലെ മോഹിനിയാട്ട മത്സരമായിരിക്കും. അപ്പോൾ അതിനുശേഷം ഇന്ന് സംഘനൃത്തമുണ്ട്. അപ്പം ഗ്ലാമർ ഇനമാണ് സംഘനൃത്തവും മോഹിനിയാട്ടവും. അങ്ങനെ ആദ്യ ദിനം തന്നെ ഈ ഒന്നാം വേദി എന്തായാലും നല്ല തിരക്കുള്ളൊരു വേദിയാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പനയുണ്ട് ഇന്ന്, അതോടൊപ്പം കോൽക്കളിയുണ്ട്. അങ്ങനെ ഒരുപാട് മത്സര ഇനങ്ങളുണ്ട് അല്ലേ? സംഘനൃത്തം, അതെ അതെ, അതാ ഈ വേദിയിലാണ് സംഘനൃത്തം നടക്കുന്നത്. പലതും ഇന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഇതിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഈ ഒപ്പനയൊക്കെ ഇപ്പോൾ അവസാന ദിവസങ്ങളിലായിരിക്കും. പക്ഷേ ഗ്ലാമർ ഇനങ്ങളിൽ പലതും ഇന്ന് തന്നെ മത്സരത്തിനായി എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് 9 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ തലസ്ഥാനത്തേക്ക് കലോത്സവം വരുമ്പോൾ അത് നഗരം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. മാത്രമല്ല ഭരതനാട്യമുണ്ട്, കുച്ചിപ്പുടി. ഈ പ്രജിൻസി കണ്ണൻ പ്രവിത ചില കലോത്സവത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രജിൻസി കണ്ണൻ കലോത്സവത്തിലൊക്കെ മത്സരിച്ച് വല്ല സമ്മാനങ്ങൾ വല്ല ഗപ്പ് വല്ലതും അടിച്ചിട്ടുണ്ടോ? ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ജില്ലാ കലോത്സവങ്ങളിൽ അവിടെ സെക്കൻഡും തേർഡൊക്കെ ആയി എനിക്ക് മത്സരത്തിൽ. അതെ, ഇപ്പൊ അങ്ങനെ എത്തി. ലളിതഗാനമായിരുന്നു നമ്മുടെ ഐറ്റം. നമ്മള് ഇന്നിപ്പോ പ്രജിൻ നമുക്ക് ഈ കലാപ്രതിഭകളെയൊക്കെ നമുക്ക് ഈ TTS വഴി ഫ്ലോറിലേക്ക് കൊണ്ടിറക്കണം. അതുപോലെ സ്മിത തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു നിർബന്ധം എനിക്കുണ്ട്. അവിടെ പോയിട്ട് കവിത പാടി നമ്മുടെ കുട്ടി പ്രതിഭകളെ ബുദ്ധിമുട്ടിക്കരുത്. ഒരിക്കലും ചെയ്യില്ല. പാതകം ചെയ്യരുത്. കാരണം അവിടെ കാവ്യാലാപനവും കവിതാ പാരായണവും ഒക്കെ ഉണ്ട്. നമ്മുടെ ഷഹദ് റഹ്മാൻ എന്താ മിണ്ടാ നിൽക്കുന്നത്? കേട്ടാസ്വദിച്ചോളാം. ഹായ് ഷഹദ്, താങ്കളെന്താ മിണ്ടാ നിൽക്കുന്നത്? അല്ല, എനിക്ക് കലോത്സവം സാർ ഇല്ല സാർ, എനിക്ക് കലോത്സവം എന്ന് പറഞ്ഞാൽ എന്നും നല്ല ഓർമ്മകളാണ്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കലോത്സവം വരെയാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഞാൻ പഠിക്കുന്ന ഘട്ടത്തിലെ കലാപ്രതിഭയായിരുന്നു സ്കൂളില്. ബോയ്സ് സ്കൂൾ ഞാൻ ഫോക്ക് ഡാൻസ്, അർബനമുട്ട്, മാപ്പിളപ്പാട്ട്, പിന്നെ അങ്ങനെ കുറെ ഐറ്റം ഉണ്ട്. പ്രതിഭയാകുമ്പം അതിൻ്റെതായ ഐറ്റങ്ങൾ വേണം. മാപ്പിളപ്പാട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഒറ്റ അലക്ക് മാരിവില്ലിൻ മൊഞ്ചോ, മാരിവില്ലിൻ മൊഞ്ചോ നറു റോസപ്പൂവിൻ മണമോ മന്ദാരച്ചെപ്പോ ആ മാണിക്കത്തേനോ. മാരിവില്ലിൻ മൊഞ്ചോ നറു റോസപ്പൂവിൻ മണമോ മന്ദാരച്ചെപ്പോ ആ മാണിക്കത്തേനോ. നിലാവ് പോൽ പ്രകാശിക്കുന്നഴകേ ഇമ്പപ്പും തോപ്പിലെ മുത്തറസൂലേ. നിലാവ് പോൽ പ്രകാശിക്കുന്നഴകേ ഇമ്പപ്പും തോപ്പിലെ മുത്തറസൂലേ. മുല്ലമണം പോലെ പൂമുഖം ചൂടും പത്തരമാറ്റും മൊഞ്ച്. മുത്തറസൂലിൻ പൂമുഖം കാണാൻ ആരും കൊതിച്ചിടും മൊഞ്ച് മൊഞ്ച്. മുല്ലമണം പോലെ പൂമുഖം ചൂടും പത്തരമാറ്റും മൊഞ്ച്. മുത്തറസൂലിൻ പൂമുഖം കാണാൻ ആരും കൊതിച്ചിടും മൊഞ്ച് മൊഞ്ച്. അങ്ങനെ പോകും. ഇവിടെ ഉണ്ടല്ലോ എപ്പോഴും എല്ലാ കലോത്സവത്തിനും ഷഹദ് ഈ ഈവനിങ്സിൽ നമുക്ക് പ്രേക്ഷകർ വരുമല്ലോ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇറങ്ങിയറട്ടെ. അപ്പോ നിങ്ങൾ 4 പേരും അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ നിങ്ങളവിടെ പോരുത്. നമുക്ക് കുട്ടികളെയൊക്കെ തന്നെ പ്രതിഭകളുടെ മാറ്റുരയ്ക്കുന്ന സമയത്ത് കുട്ടികളെയൊക്കെ നമുക്ക് TTS വഴി ഫ്ലോറിലേക്ക് കൊണ്ടുവന്ന് പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്കും ഫോണിലേക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ തകർത്തോളണം. ഇനി ഒന്നും നോക്കാനില്ല. മേലോട്ട് നോക്കിയാ ആകാശം കേട്ട് നോക്കിയാ ഈ സെൻട്രൽ സ്റ്റേഡിയം. ഒരു കാര്യം ഒറ്റൊരു കാര്യം, ഈ SKN സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഈ കലോത്സവങ്ങൾ എങ്ങനെയായിരുന്നു? അതിൽ SKN ഏതെങ്കിലും ഐറ്റങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്? അത് അറിയാനൊരു താല്പര്യം നമുക്കുണ്ട്. ശരിക്കും ഞാൻ ഈ കലോത്സവ പ്രതിഭ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കലോത്സവമായിട്ട് 2 രീതിയിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്.
ഒന്ന് എന്ന് പറയുന്നത് ഞാൻ എഴുതിയ ഒരു നാടകം ഒരു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നാടക മത്സരത്തിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഈ കുട്ടികളുടെ കൂടെ നാടകം പഠിപ്പിക്കാനൊക്കെ പോയിരുന്നു. രണ്ടാമത് കുറേ തവണ ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തിയിട്ടുണ്ട്. അതിനകത്ത് പ്രജിൻ നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ട, എന്നാലും ഞാനൊരു കാര്യം പറയുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ ഒരു താക്കോൽ കൂട്ടം വെച്ച് എൻ്റെ കണ്ണിന് നേരെ ഒരു നാടക സംവിധായകൻ ഇടിച്ചൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്കൂൾ കലോത്സവത്തിൻ്റെ ബലിയാടായേനെ ഞാൻ. ഓക്കെ ഓക്കെ അന്ന് അങ്ങ് എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ പ്രേക്ഷകർ ചില ആലോചിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു സ്മിത, താങ്ക് യു ഷഹദർ റഹ്മാൻ, അതുപോലെ താങ്ക് യു പ്രജിൻസി കണ്ണൻ, താങ്ക് യു പ്രേതലക്ഷ്മി. നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക.